നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കൂട് സ്ഥാപിച്ചത് 2 ആഴ്ച മുൻപ്. പുതുക്കാട് മുപ്ലിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. റോഡ് നവീകരണം വാഗ്ദാനം കടലാസിൽ ഒതുങ്ങിയെന്ന് ആരോപണം. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പള്ളിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് വച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ 2 ആഴ്ച മുൻപാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രധാന പാതകളിൽ ഒന്നായ പുതുക്കാട് മുപ്ലിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. റോഡ് നവീകരിക്കുമെന്ന വാഗ്ദാനം കടലാസിൽ ഒതുങ്ങിയെന്ന് ആരോപണം. പുതുക്കാട് മുപ്ലിയം റോഡിലൂടെയുള്ള യാത്ര നടുവൊടിക്കുന്ന യാത്രയാണ്. മഴയിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീഴാതെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. 20 വർഷത്തിലേറെയായി ഈ റോഡിൽ ടാറിംഗ് നടത്തിയിട്ട്. വല്ലപ്പോഴും നടക്കുന്ന അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇത്രയും കാലം റോഡിനെ സഞ്ചാരയോഗ്യമാക്കി നിലനിർത്തിയത്. മറ്റു റോഡുകളെല്ലാം ഏറെ പരിഷ്കരിക്കപ്പെട്ടപ്പോഴും ഈ റോഡിൻ്റെ അവസ്ഥ പഴയതുപോലെ തന്നെയാണ്. 2 വർഷം മുൻപ് ജൽജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിൻ്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത്. സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും കൂടാതെ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന പുതുക്കാട് പഞ്ചായത്തിലെ പ്രധാന പാതയാണിത്. മറവാഞ്ചേരി വളവിലും 2ാം കല്ല് മേഖലയിലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയും വെള്ളക്കെട്ടുമായി വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ഇടതുവശം ചേർന്ന് പോകേണ്ട വാഹനങ്ങൾ ഗർത്തം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ചെളി നിറഞ്ഞ് കാൽനട യാത്രയും ദുഷ്കരമാണ്. കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ ആഴമറിയാതെ നിരന്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുകയാണെന്നും വാർഡ് മെമ്പർ ജോയ് മഞ്ഞളി പറയുന്നു. ഈ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു റോഡാണ് പുതുക്കാട് മുപ്ലിയം റോഡ്. പല പ്രാവശ്യം നമ്മളിപ്പോൾ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ പണികളൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. 2 വീലറുകാരാണെങ്കിലും കാറുകാരാണെങ്കിലും വാഹനങ്ങൾക്ക് പണി വരിക, അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാവുക, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റുക, ഇതൊക്കെ സ്ഥിരം പല്ലവിയാണ്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇതുവരെ ഇത്രയും നാളായിട്ട് ഇപ്പോൾ എഗ്രിമെൻ്റ് വെച്ചു എന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നത് എഗ്രിമെൻ്റ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സർക്കാർ മാറി വന്നപ്പോൾ ഇതിൻ്റെ പുതിയ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് MLAയുടെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഇതുവരെ ആരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പോസ്റ്റിൻ്റെ പണികൾ കുറേശ്ശെ നടക്കുന്നുണ്ട്. മറ്റുള്ള ഇനിയൊരു 7 മീറ്റർ റോഡും 2 മീറ്റർ 1 മീറ്റർ അപ്പുറത്തും കാന, ഈ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 40 പാലങ്ങൾ പൊളിച്ചു പണി, വീതി കൂട്ടി പണിയാണ്. ഈ പോസ്റ്റുകൾ മുഴുവൻ മാറി സ്ഥാപിക്കണം. ഈ കാനയും ഈ പണികളൊക്കെ സമയം എടുക്കുമെന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു ആശങ്ക. എന്നാൽ ഈ റിപ്പയറിങ് പണികൾ താൽക്കാലികമായിട്ട് ചെയ്യുന്നുണ്ടോ? അതുമില്ല. എല്ലാവിടെയും കുണ്ടും കുഴിയും വലിയ കുഴികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെടുകയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. കിഫ്ബി ഫണ്ട് വകയിരുത്തി റോഡ് നവീകരിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും നടപടികൾ വൈകുന്നതിൽ യാത്രക്കാർക്ക് അമർഷമുണ്ട്. റോഡിന് ഇരുവശത്തുമുള്ള ഏതാനും വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റോഡിൻ്റെ നവീകരണോദ്ഘാടനം നടത്തിയെങ്കിലും റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന MLAയുടെ വാഗ്ദാനം പാഴ്വാക്കായി മാറിയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇത് ഫുൾ ടാറിങ് നടത്തിയിട്ടൊരു 15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ സ്വപ്നം നമുക്ക് തന്നിട്ട് അതിൽ കൂടുതൽ വർഷമായിട്ടുണ്ട്.
അന്ന് മെക്കാടൻ ടാറിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഹൈവേകളിലൊക്കെ വലിയ വലിയ റോഡുകളിലാണ് അതിനെ പറ്റി പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മുടെ വഴി മെക്കാടൻ ടാറിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും നിലനിൽക്കണം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിലനിൽക്കണം. കാരണം ഇവിടെ മാത്രം ഒന്നും ആയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ 10 വർഷം ഇടതുപക്ഷം ഭരിച്ച സമയത്ത് ഇവിടുത്തെ MLAക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ ഭരണം മാറി, ഇപ്പോൾ അതിനെ ഏൽപ്പിച്ച ഇവരുടെ പേരിൽ ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനി അന്വേഷണം കഴിഞ്ഞ് ഏത് കാലത്താണ് വരികയെന്നറിയില്ല. ഇനിയിപ്പോൾ വീണ്ടും ഇതിൻ്റെ എസ്റ്റിമേറ്റ് പുതുക്കേണ്ടി വരും. വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയാണ്. നിരാശയിലാണ് ജനങ്ങൾ. ഈ വഴിയിലുള്ള എല്ലാവരും നിരാശയിലാണ്. ഇത് ഉപയോഗിക്കുന്നവരും, ഈ വഴിയിലുള്ളവരും ഈ റോഡ് ഉപയോഗിക്കുന്നവരും വളരെ നിരാശയിലാണ്. പല ഭാഗങ്ങളിലും റോഡിന്റെ ഇരുവശത്തും കാട് കയറി കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മഴ വിട്ടുമാറാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ദിവസങ്ങളായി ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പുതുക്കാട് മുപ്ലിയം റോഡിന്റെ ശോചനീയാവസ്ഥയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങളും തുടർക്കഥയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ നിന്നും വെട്ടിക്കാൻ ശ്രമിച്ച ഇരുചക്ര വാഹനം ഈ വീടിൻ്റെ മതിലിലിടിച്ച് അപകടമുണ്ടായത്. ഇതുപോലെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പാതയായി മാറിയിരിക്കുകയാണ് പുതുക്കാട് മുപ്ലിയം റോഡ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന വാക്ക് ഈ നാട്ടുകാർ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നിട്ടും ഈ റോഡിലൂടെയുള്ള യാത്രാ ദുരിതം തുടരുക തന്നെയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ അന്നാമ്പാടം വലിയകത്ത് വീട്ടിൽ നഹാസ് എന്ന് വിളിക്കുന്ന നവാസിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും 2026 മാർച്ച് 29 മുതൽ 6 മാസത്തേക്ക് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇത് ലംഘിച്ച് ജൂലൈ 28-ന് കോടാലി ഓങ്ങൽ എന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 20-നും കാപ്പ ഉത്തരവ് ലംഘിച്ച് കോടാലിയിൽ പ്രവേശിച്ചതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് നവാസ് വീണ്ടും ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ കടന്നത്. നവാസ് ഇരിങ്ങാലക്കുട, കൊടകര, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസിലും 1 കവർച്ച കേസിലും 3 അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട പൊതുസ്ഥലത്ത് ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയ 1 കേസിലും ലഹരി ഉപയോഗിച്ച 1 കേസിലും സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 1 കേസിലും 1 തട്ടിപ്പ് കേസിലും 16 കാപ്പ ഉത്തരവ് ലംഘിച്ച കേസിലുമടക്കം 16 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KK ഷബാബ്, GSCPO ബിജീഷ് സ്റ്റീഫൻ, CPOമാരായ അലക്സ് അഗസ്റ്റി, അഖിൽ, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് AISF, AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റികൾ മധുരം വിതരണം ചെയ്തു. ആമ്പല്ലൂർ ത്യാഗരാജ പോളിടെക്നിക് പരിസരത്തും ആമ്പല്ലൂർ സെന്ററിലുമാണ് മധുര വിതരണം നടത്തിയത്. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, AISF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി ജിസ്ലോ ഇമാനുവൽ, ജോയിന്റ് സെക്രട്ടറി NM ഗൗരികൃഷ്ണ, വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ നന്ദിക്കര എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ മുതലുകൾ മോഷണം പോയ കേസിൽ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രി കടക്കാരൻ അറസ്റ്റിൽ. മാള കുരുവിലശ്ശേരി കോട്ടുമുറി സ്വദേശി തെഗുവിൽ വീട്ടിൽ അലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 20-നാണ് മോഷണം നടന്നത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ഓടിന്റെ നിലവിളക്കുകൾ, തൂക്കുവിളക്കുകൾ, കിണ്ടി, താമ്പാളങ്ങൾ, ധൂമക്കുറ്റി, കൊടിവിളക്ക്, ചെമ്പുകുടം, ചെമ്പ് തകലയടക്കം ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന പൂജാ സാധനങ്ങളും മറ്റു മുതലുകളും മോഷ്ടിച്ച കേസിലെ പ്രതിയിൽ നിന്ന് മോഷണ മുതലുകൾ അമിത ലാഭത്തിനായി വാങ്ങി സൂക്ഷിച്ചതിനാണ് അറസ്റ്റ്. സംഭവത്തിൽ തമിഴ്നാട് മധുര തിരമംഗലം ഹംസപുരം സെൽവകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. സെൽവകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാളയിലുള്ള അലിയുടെ ആക്രിക്കടയിൽ നിന്ന് മോഷണ മുതലുകൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അലിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, SIമാരായ അതുൽ മോഹൻ, ജാക്സൺ, GSCPOമാരായ മിഥുൻ കൃഷ്ണ, ഷമീർ, അനുരാജ്, അബീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാനും പരാതികളിൽ അടിയന്തരമായി കേസെടുക്കാനും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പോലീസിന് നിർദ്ദേശം നൽകി.
ഇത്തരം വിഷയങ്ങളിൽ പോലീസിന്റെ സൈബർ സെൽ കൂടുതൽ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. ഇത്തരം പരാതികളുള്ള സ്ത്രീകൾക്ക് ആവശ്യമായ നിയമസഹായങ്ങൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ലഭ്യമാക്കും. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിച്ച സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. തൊഴിലിടങ്ങളിലെ പരാതികൾ പരിശോധിക്കുമ്പോൾ പോഷ് ആക്ട് അനുശാസിക്കുന്ന ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റികൾ രൂപീകരിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോഴും തൃശൂരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. തൃശൂരിൽ നടത്തിയ വനിതാ കമ്മീഷന്റെ ജില്ലാതല അദാലത്തിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രനും പങ്കെടുത്തു. സിറ്റിംഗിൽ പരിഗണിച്ച 41 പരാതികളിൽ 7 തീർപ്പാക്കി. 5 പരാതികളിൽ പോലീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ബാക്കിയുള്ള 29 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. ഗാർഹിക പീഡനം, സ്ത്രീധനം, വസ്തുതർക്കം, തൊഴിലിടങ്ങളിലെ പ്രയാസങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ പ്രധാനമായും പരിഗണനയ്ക്ക് വന്നത്. അഷ്ടമിച്ചിറ ലയൺസ് ക്ലബിന്റെ 2026-2027 വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി റിട്ടയർഡ് മേജർ ജനറൽ പി ഡി ഷീന, സെക്രട്ടറിയായി ജോയ് ചേരിയക്കര, ട്രഷററായി മന്നായി പള്ളത്തി എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തത്. ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനവും ലയൺസ് ഡിസ്ട്രിക്ട് 318 ഡി ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് കെ എസ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മുൻ സെക്രട്ടറി ടിൻഡോ എലനിക്കൽ, റീജിയണൽ ചെയർമാൻ എം എൻ പ്രവീൺ, സോണൽ ചെയർപേഴ്സൺ ഷിനൈല അബ്രഹാം, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ബിജു പറത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പുതിയ വർഷത്തേക്കുള്ള വിവിധ ജീവകാരുണ്യ സേവന പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസവും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരത്തിനും മുകളിലുണ്ടായിരുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെട്ടതും കിഴക്കൻ അറബിക്കടലിനും സമീപ കൊങ്കൺ തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതുമാണ് മഴ ശക്തമാകാൻ കാരണം. ജൂലൈ 31 വരെ സംസ്ഥാനത്ത് നേരിയതോ മിതമായതോ ആയ മഴയും ചിലയിടങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കുമെന്നാണ് പ്രവചനം. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണവും ആഗസ്റ്റ് 1 നടത്തും. ഉച്ചതിരിഞ്ഞ് 3:30 ചെമ്പുച്ചിറ വയോജന മന്ദിര ഹാളിൽ നടക്കുന്ന പരിപാടി പഞ്ചായത്ത് അംഗം PR ഷാജൻ ഉദ്ഘാടനം ചെയ്യും. KK ശിവരാമൻ അധ്യക്ഷത വഹിക്കും. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. ഇനി കാണാം ഇൻഫോടോക്ക്. രാവിലെ എഴുന്നേറ്റ ഉടനെ ചൂടുവെള്ളം കുടിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്ന ശീലം പലർക്കുമുണ്ട്. ഇവയെല്ലാം നല്ല ശീലങ്ങളാണ്. എന്നാൽ മറുവശത്ത് വാർത്തകളും മെസ്സേജുകളും സോഷ്യൽ മീഡിയയിലെ സംഭവങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ എഴുന്നേറ്റ ഉടനെ ഫോൺ ഉപയോഗിക്കുന്നത് ആരോഗ്യകരമായ ശീലമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. രാവിലെ ഫോൺ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്നാവും പലരും ചിന്തിക്കുന്നത്. നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ തലച്ചോറ് നേരിയ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇതിനെ വിദഗ്ധർ സ്ലീപ്പ് ഇനേഷ്യ എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് തലച്ചോറ് പതുക്കെ ഉണർന്ന് ശാന്തമായ രീതിയിൽ സജീവമാകേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ ഫോൺ എടുത്ത് സന്ദേശങ്ങൾ, ഇമെയിലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നിവയൊക്കെ പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തലച്ചോറ് പെട്ടെന്ന് ധാരാളം വിവരങ്ങൾ കൊണ്ട് നിറയും. ഈ പ്രക്രിയ ദിവസവും ആവർത്തിക്കുകയാണെങ്കിൽ ക്രമേണ ശരീരം എപ്പോഴും നേരിയ സമ്മർദ്ദത്തിൽ തുടരാൻ തുടങ്ങും. രാവിലെ ഫോൺ സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക ഘടികാരത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് രാത്രിയിലെ ശരിയായ ഉറക്കം തടയുന്നു. ഉറക്കക്കുറവ് ദിവസം മുഴുവൻ നിങ്ങളുടെ ഊർജത്തെയും ഓർമ്മശക്തിയെയും മൊത്തത്തിലുള്ള പ്രകടനത്തെയും ബാധിക്കുന്നു. കൂടാതെ അതിരാവിലെ ഉണർന്ന നെഗറ്റീവ് വാർത്തകളോ സമ്മർദ്ദകരമായ വിവരങ്ങളോ അറിയാൻ തുടങ്ങുന്ന ആളുകൾ പലപ്പോഴും ദിവസം മുഴുവൻ അസ്വസ്ഥരായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഉറക്കമുണർന്നയുടനെ ഫോൺ ഉപയോഗിക്കുന്ന ശീലമുള്ളവർ കിടക്കുമ്പോൾ തന്നെ ഫോൺ കിടപ്പുമുറിക്ക് പുറത്തോ കിടക്കയിൽ നിന്ന് അകലെയോ വെക്കണം. അങ്ങനെ അവർ ഉണരുമ്പോൾ തന്നെ ഫോണിലേക്ക് കൈനീട്ടില്ല. മാത്രമല്ല, രാവിലെ എഴുന്നേൽക്കാൻ അലാം വേണമെന്നുള്ളവർ ഇതിനായി ടൈം പീസ് സെറ്റ് ചെയ്ത് വയ്ക്കുകയോ മറ്റെന്തെങ്കിലും വഴികൾ തേടുകയോ ചെയ്യേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ 10 മിനിറ്റ് യോഗ ചെയ്യാനോ നടക്കാനോ മാറ്റിവെക്കുക. 15 മിനിറ്റ് നേരം വാതിലോ ജനാലയോ തുറന്ന് അല്പം കാറ്റും വെളിച്ചവും കൊള്ളുക.
എഴുന്നേറ്റാൽ ഉടൻ തനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും പ്ലാൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോൺ എടുത്തു നോക്കാൻ തിരക്ക് കൂടില്ല. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി, MSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ CAP രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 4 മുൻപായി കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9497316534 9495842845. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,215 രൂപയും പവന് 1,05,720 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കൂട് സ്ഥാപിച്ചത് 2 ആഴ്ച മുൻപ്. പുതുക്കാട് മുപ്ലിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. റോഡ് നവീകരണം വാഗ്ദാനം കടലാസിൽ ഒതുങ്ങിയെന്ന് ആരോപണം. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.